ശ്രുതിക്ക് തന്നോടുള്ള സ്നേഹം മനസ്സിലാക്കി ശ്രുതി വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. എവിടെ പോയതാ ശ്രുതിനി? ഞാൻ എത്ര പേടിച്ചെന്നറിയാമോ എന്ന് ശ്രുതി ചോദിക്കുമ്പോൾ അവൾ അപ്പൊ തന്നെ വന്നെന്ന് ചന്ദ്ര പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ശ്രുതി, നീ ഒരിക്കലും വരില്ലെന്നാ ഞാൻ കരുതിയത് എന്ന് ശ്രുതി പറയുമ്പോൾ, നീ ചെയ്ത പണിക്ക് ഞാൻ വരണ്ടാന്ന് തീരുമാനിച്ചതാണ്. എന്നാ ഞാൻ എങ്ങോട്ട് പോവും? എനിക്ക് നിങ്ങളെല്ലാരെയും ഉപേക്ഷിച്ച വേറെ ആരാടാ ഉള്ളത് എന്നൊക്കെ ശ്രുതി അതിന് മറുപടി കൊടുക്കുന്നുണ്ട്. നീ അല്ലേടാ ഭാര്യയെ കാണാനില്ലെന്ന് പറഞ്ഞത്, ഇപ്പൊ നോക്ക് അവള് വന്നിട്ടുണ്ട്, ഇനി എന്താ നിനക്ക് പറയാനുള്ളത് എന്ന് ചോദിച്ച് സച്ചി ദേഷ്യപ്പെടുന്നുണ്ട്. സച്ചി, മതി, ഇതിൽ കൂടുതൽ എന്റെ ഹസ്ബൻഡിനെ പറ്റി നീ മോശമായി പറയാൻ നിൽക്കണ്ട എന്ന് ശ്രുതി പറയുമ്പോ, അവനാ നിന്നെ ചതിച്ചത് എന്ന് സച്ചി പറയുകയാണ്. അത് ഞങ്ങൾക്കിടയിലുള്ളത് ഞങ്ങൾ സംസാരിച്ചു തീർക്കും, നീ ചോദിക്കണ്ട എന്ന് പറയുവാണ് ശ്രുതി. അതെങ്ങനെ ശരിയാവും? നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ മാത്രമല്ലല്ലോ പറ്റിച്ചത്, വീട്ടിലിരിക്കുന്ന എല്ലാരെയും കൂടിയല്ലേ ചതിച്ചത്. അപ്പോ സച്ചിയേട്ടൻ അത് ചോദിക്കുക തന്നെ ചെയ്യും എന്നു പറഞ്ഞ് രേവതി ശ്രുതിക്ക് നേരെ ചെല്ലുകയാണ്. എടി, എരിയെന്ന തീയില് നീ പോയി എണ്ണ ഒഴിച്ച് കത്തിക്കാൻ നിൽക്കണ്ട എന്ന് ചന്ദ്ര രേവതിയോട് പറഞ്ഞു ദേഷ്യപ്പെടുവാണ്. അങ്കിൾ, ഇനി മുതൽ ഈ വീട്ടില് എന്റെ ഹസ്ബൻഡിനെ പറ്റി ആരും ചോദിക്കാനോ പറയാനോ വരരുത്. അങ്കിളിന് ചോദിക്കാം, നിങ്ങൾക്കതിനുള്ള റൈറ്റ്സ് ഉണ്ട്. കാരണം ശ്രുതി അങ്കിളിന്റെ മോനാണ്. അതുമല്ല, അങ്കിൾ ആരുടെയും മനസ്സ് കഷ്ടപ്പെടുത്തുന്നത് പോലെ സംസാരിക്കാറില്ലല്ലോ. മറ്റുള്ളവരെ പോലെ കളിയാക്കി ചിരിക്കുകയില്ല. നിങ്ങളും ആന്റിയും അല്ലാതെ മറ്റാരും ശ്രുതിയെ പറ്റി സംസാരിച്ചേക്കരുത്. അങ്ങനെ ശ്രുതി പറയുമ്പോ, നിങ്ങൾ പറഞ്ഞതാണ് ശ്രുതി എടുത്തി ശരി. നിങ്ങൾ രണ്ടുപേരുടെയും പേഴ്സണൽ കാര്യമാണിത്, അതെന്തിനാ എല്ലാരും കൂടി സംസാരിക്കുന്നേ എന്ന് വർഷയും ചോദിക്കുവാണ്. നീ കൂടുതൽ സംസാരിക്കണ്ട എന്ന് സച്ചി വർഷയോട് പറയുമ്പോ, അതെന്താ, വർഷ ഈ വീട്ടിലെ ഒരാളല്ലേ, അവൾക്ക് എന്തുകൊണ്ട് സംസാരിച്ചൂടാ എന്ന് ചോദിച്ച് ശ്രീകാന്തും വരുന്നുണ്ട്. നിങ്ങളെയൊക്കെ വീട്ടിനകത്ത് കയറ്റിയത് വലിയ തെറ്റായി പോയി എന്ന് പറയുവാണ് സച്ചി. ഇവിടെ നോക്കേട്ടാ, ഈ വീട്ടിലെ മറ്റുള്ളവരെയൊക്കെ ഏട്ടൻ ചോദ്യം ചെയ്യാറില്ലേ, അപ്പോ ഏട്ടൻ തെറ്റിയതാ നമുക്ക് എന്തുകൊണ്ട് ചോദിക്കാൻ പറ്റില്ല എന്ന് ചോദിച്ച് ശ്രീകാന്തും ദേഷ്യപ്പെടുകയാണ്. അതെങ്ങനെയാ എന്നെ മാത്രം ചോദ്യം ചെയ്യാൻ എല്ലാരും ഒന്നിച്ചു നിൽക്കുന്നേ? ഇവൻ ജോലിക്ക് പോവാതെ എല്ലാരെയും കള്ളം പറഞ്ഞു പറ്റിച്ചവനല്ലേ എന്ന് സച്ചി ചോദിക്കുവാണ്. അതിൽ നിങ്ങൾക്ക് എന്താ ഇത്ര പ്രശ്നം? എന്ത് നഷ്ടമാണ് നിങ്ങൾക്കുണ്ടായത്? നിങ്ങളുടെ കാശിനാണോ ശ്രുതി ജീവിക്കുന്നേ എന്ന് ശ്രുതി ചോദിക്കുമ്പോ, വീട്ടുചെലവിന് സച്ചേട്ടനല്ലേ കാശ് കൊടുക്കുന്നേ, അപ്പോ അദ്ദേഹത്തിന് ചോദിക്കാൻ പറ്റില്ലേ എന്ന് ചോദിച്ച് രേവതി ചൂടാവുന്നുണ്ട്. ഞാനും കൂടിയാ കാശ് കൊടുക്കുന്നേ എന്ന് ശ്രുതി പറയുമ്പോ, അങ്ങനെ പറഞ്ഞു കൊടുക്കുമോളെ, എന്തോ ഇവൻ മാത്രമാണ് കുടുംബത്തെ താങ്ങി നിർത്തുന്നത് പോലെയല്ലേ ഇവളുമാരൊക്കെ സംസാരിക്കുന്നേ. നിങ്ങൾ ഇക്കാര്യം മുന്നേ പറയാറുന്നില്ലേ എന്ന് ചോദിച്ചില്ലേ? ഈ വിഷയം അറിഞ്ഞിരുന്നെങ്കിൽ ഇവൻ ഇതും പറഞ്ഞ് ശ്രുതി അപമാനപ്പെടുത്തും. അതുകൊണ്ട് പറഞ്ഞില്ല. ശ്രുതി സങ്കടപ്പെടുമ്പോ ഇവൻ സന്തോഷിക്കും. അല്ലാതെ ഇവന്റെ ഭാര്യക്കും ഈ കുടുംബത്തോട് യാതൊരു സഹതാപോ സ്നേഹവും ഉണ്ടായിട്ടില്ല എന്ന് പറയുവാണ് ചന്ദ്രമതി. ഇപ്പോഴാണ് മനസ്സിലായത് ഇവൻ എങ്ങനെ ഇത്ര കളറായി ചുറ്റിയടിക്കുന്നതെന്ന്. ഈ അമ്മ കാരണമാണ്. ഇവനെ ഒന്നും ഒരിക്കലും വിശ്വസിക്കരുതച്ചാ എന്നൊക്കെ സച്ചി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്കിൾ, ഇവൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിന്നാ അത് കേട്ടിട്ട് ഞങ്ങൾ ചുമ്മാ ഇരിക്കില്ല. അതിന്റെ ആവശ്യം ഞങ്ങൾക്കില്ല. എല്ലാരും ഒരു കുടുംബത്തോടെ ജീവിക്കണമെന്നാ ഞാൻ ആഗ്രഹിച്ചത്. എന്നാ ഇവൻ ശ്രുതി ഇങ്ങനെ ഇൻസൾട്ട് ചെയ്ത് സംസാരിച്ച ഈ വീട് വിട്ട് ഞങ്ങൾ ഇറങ്ങിപ്പോവും എന്ന് ശ്രുതി അതിന് മറുപടി കൊടുക്കുവാണ്. നിന്റെ അവസര ബുദ്ധിയാണ് ഇതിനൊക്കെ കാരണം. നീ ആലോചിച്ച് സംസാരിക്കണമായിരുന്നു. പ്രശ്നം വളർത്താതെ അത് ഡീൽ ചെയ്യാൻ പഠിക്കണം. ശ്രുതിക്ക് നീ ശ്രുതിയെ പറ്റി സംസാരിക്കുന്നത് ഒട്ടും ഇഷ്ടമല്ല. തന്റെ ഭർത്താവിനെ പറ്റി വേറൊരാൾ പറയുന്നത് ഒരു ഭാര്യയ്ക്കും ഇഷ്ടപ്പെടില്ല. ഇനി മേലിൽ നീ ശ്രുതിയെ പറ്റി സംസാരിക്കാനോ കളിയാക്കാനോ ഇങ്ങോട്ട് വന്നേക്കരുത് എന്നച്ഛൻ സച്ചിയെ വാൺ ചെയ്യുകയാണ്. ശരി അച്ഛൻ പറഞ്ഞത്. ഞാൻ ഇനി മുതൽ പാർലർ അമ്മയുടെ ഭർത്താവിനെ പറ്റി ഒന്നും പറയാൻ വരില്ല. എന്നാ എന്റെ കൂടെ പിറന്ന ഏട്ടൻ ഒരുത്തനുണ്ടല്ലോ ഇവിടെ, അവൻ തെറ്റ് ചെയ്താ ഞാൻ ചോദിക്കും എന്ന് സച്ചി പറയുകയാണ്. ഇല്ലേ ഇവൻ എന്താ പറയുന്നേന്ന് എന്ന് ചന്ദ്ര ചോദിക്കുമ്പോ, എടാ സച്ചി, ഞാൻ പറയുന്നത് ഒന്ന് കേട്ട് തൊലക്കടാ. ഇനി മേലില് ഒന്നും സംസാരിക്കരുത്. എടാ ശ്രുതി, ഇനി കള്ളം പറഞ്ഞേക്കരുത്. ഒരു ജോലി കണ്ടെത്താൻ നോക്ക്. ശ്രുതി മോളെ, എന്തു പ്രശ്നമാണെങ്കിലും എന്നോട് പറഞ്ഞേക്കണം. സംസാരിച്ച് ശരിയാക്കാം. ഇങ്ങനെ ആരോടും പറയാതെ വീട്ടിൽ നിന്ന് എങ്ങോട്ട് ഇറങ്ങി പോവല്ലേ എന്നച്ഛൻ ശ്രുതിയോടും കൂടി പറയുവാണ്. ഇല്ല അങ്കിൾ, ഇനി ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞ് ശ്രുതി അകത്തേക്ക് പോകുന്നുണ്ട്.
നിങ്ങളുടെ മകൻ ഇപ്പോൾ രക്ഷപ്പെട്ടു എന്ന് കരുതി അധികം സന്തോഷിക്കണ്ട. എന്നാൽ ഒരു കാര്യം ഞാനിപ്പോ പറയാം. ഇവൻ വലിയൊരു കള്ളം പറഞ്ഞ് നിങ്ങളെ ചതിക്കാൻ പോവാണ്. അതുടനെ സംഭവിക്കും. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ചോ എന്ന് സച്ചി ചന്ദ്രയോട് പറയുന്നത് കേട്ട്, എല്ലാം എനിക്കറിയാടാ, നീ പോടാ എന്ന് പറഞ്ഞിരിക്കുവാണ് ചന്ദ്രമതി. നിങ്ങൾ ഇങ്ങോട്ട് വരുന്നുണ്ടോ? അച്ഛനൊന്നും സംസാരിക്കണ്ടെന്ന് പറഞ്ഞതല്ലേ? വായെന്ന് പറഞ്ഞ രേവതി സച്ചിയെ കൂട്ടിക്കൊണ്ടു പോവാണ്. ചന്ദ്രെ, നീ പൊത്തിവയ്ക്കുന്ന കാര്യങ്ങളൊക്കെ ഭൂകമ്പമായിട്ടാണ് വന്നു ഭവിക്കുന്നത്. ഇത് നിനക്കൊരു പാഠമാണ്. ഇനിയെങ്കിലും അത് മനസ്സിലാക്കിക്കോ എന്നച്ഛൻ ചന്ദ്രയോട് പറയുന്നുണ്ട്. പിന്നീട് ശ്രുതി റൂമിലെത്തി ശ്രുതിയുടെ കാലിൽ വീണ് ക്ഷമ ചോദിക്കുവാണ്. എനിക്ക് മാപ്പ് തരണം ശ്രുതി. ഞാൻ ലൈഫിൽ ഇത്രയും ഭയന്നിട്ടില്ല. നീ എന്നെ വിട്ടു പോവുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല എന്നു പറഞ്ഞ് കാലി പിടിച്ച് കരയുവാണ് ശ്രുതി. നിന്നെ വിട്ടു പോവാൻ എനിക്കൊരിക്കലും ഇഷ്ടമല്ല ശ്രുതി. പക്ഷേ നീ എന്നോട് മറച്ചു വെച്ചില്ലേ? ഞാൻ നിന്നോട് ഇത്രയും ദേഷ്യപ്പെടാൻ പാടില്ലായിരുന്നു. എന്നാൽ നീ എൻ്റെ അടുത്ത് കള്ളം പറഞ്ഞില്ലേ? എന്നെ കൊണ്ട് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ശ്രുതി. നിന്നോട് ഞാൻ അത്രയും ട്രസ്റ്റ് വച്ചിട്ടുണ്ടായിരുന്നു. എന്നെ കൊണ്ട് ഇതൊന്നും താങ്ങാൻ പറ്റിയില്ല. നീ എൻ്റെ വിശ്വാസം ഇനിയും തകർക്കാൻ നിൽക്കല്ലേ? നിന്നെ വിശ്വസിച്ചല്ലേ ശ്രുതി ഞാൻ ഈ വീട്ടിലേക്ക് വന്നത് എന്നൊക്കെ ശ്രുതി ചോദിക്കുവാണ്. സോറി ശ്രുതി, ജോലിയില്ലാന്നറിഞ്ഞ നിന്റെ മുന്നിൽ എനിക്ക് വിലയില്ലാതായി പോവില്ലേ? അതുകൊണ്ടാ, തെറ്റ് തന്നെയാണ്. ജോലി കിട്ടിയിട്ട് എല്ലാം പറയാമെന്ന് കരുതിയതാ. പക്ഷെ ഒരു ജോലിയും കിട്ടിയില്ല ശ്രുതി. ഞാൻ നിന്നെ തേടി എത്ര അലഞ്ഞൂന്നറിയാമോ? അടുത്ത നാട്ടിലേക്ക് വരെ പോയി എന്ന് പറഞ്ഞ് കരയുവാണ് ശ്രുതി. ആരോട് കള്ളം പറഞ്ഞാലും നീ എന്നോട് കള്ളം പറയാൻ പാടില്ല ശ്രുതി. കാരണം ഈ ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നതും സ്നേഹിക്കുന്നതൊക്കെ നിന്നെ മാത്രമാണ്. ഞാൻ സത്യം പറയാൻ ഇരുന്നതാ ശ്രുതി. എന്നാൽ അമ്മയാണ് സത്യം പറയണ്ട, കള്ളം പറഞ്ഞാൽ മതിയെന്ന് എന്നോട് പറഞ്ഞത്. അങ്ങനെ ശ്രുതി പറഞ്ഞു കൊടുക്കുന്നത് ഡോറിനടുത്തു നിന്നും ചന്ദ്രമതി കേൾക്കുകയാണ്. എടാ ദുഷ്ട, നീ എന്റെ പേര് പറഞ്ഞു കൊടുക്കുന്നോ? മോളെ ശ്രുതി എന്ന് പറഞ്ഞ് ചന്ദ്ര അകത്തേക്ക് കയറി വരുവാണ്. ഞാനാ പറയണ്ടെന്ന് പറഞ്ഞത്. കാരണം ജോലി കിട്ടിയിട്ട് എല്ലാം പറയാമെന്നിരുന്നതാ എന്ന് ചന്ദ്ര പറയുമ്പോ, നിങ്ങളോടും എനിക്ക് പരിഭവം ഉണ്ടാൻറ്റി. നിങ്ങൾക്കെങ്കിലും എന്നോടൊരു വാക്ക് പറയാറുന്നില്ലേ എന്ന് ശ്രുതി ചോദിക്കുവാണ്. അത് മോളുടെ മനസ്സ് കഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാ ഞാൻ അവന്റെ അടുത്തും അങ്ങനെ പറഞ്ഞു കൊടുത്തത് എന്ന് ചന്ദ്ര മറുപടി കൊടുക്കുവാണ്. സച്ചി എന്നെ എങ്ങനെയൊക്കെ ഇൻസൾട്ട് ചെയ്തെന്ന് കണ്ടില്ലേ? അതെന്നെ കൊണ്ട് താങ്ങാൻ പറ്റുന്നില്ല ആന്റി എന്ന് ശ്രുതി പറയുമ്പോ, അവന്റെ കാര്യം വിടുമോളെ. അവൻ ഇങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. അതുകൊണ്ടാ വീട്ടിലറിയാതെ ഞാൻ ഈ കാര്യം സൂക്ഷിച്ചത്. മോളെ കാണാതെ ഞങ്ങൾ എത്ര വിഷമിച്ചെന്നറിയോ എന്ന് ചോദിക്കുവാണ് ചന്ദ്ര. എനിക്കും ആരാ ഉള്ളത് ആന്റി? ഈ കുടുംബം മാത്രമേ എനിക്കും ഉള്ളൂ എന്ന് ശ്രുതി പറയുമ്പോ, അതെന്താ മോളെ നീ അങ്ങനെ പറയുന്നേ? നിനക്ക് അച്ഛനില്ലേ? മലേഷ്യയില് വലിയ ആളല്ലേ അയാള് എന്നൊക്കെ ചന്ദ്ര പറയുവാണ്. ഞാൻ നാളെ തന്നെ നല്ലൊരു ജോലി തേടി കണ്ടുപിടിക്കുമെന്ന് ശ്രുതി അവർക്ക് വാക്ക് കൊടുക്കുവാണ്. നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ സന്തോഷമായിട്ട് ഇരിക്കണം. അപ്പോ നിങ്ങൾക്കിടയിൽ ആ സച്ചി പ്രശ്നം ഉണ്ടാക്കാൻ വരില്ല. ആ രേവതി തോണ്ടി വിടുന്നത് അവന്. അതിന് ഞാൻ ഒരു മാർഗം കണ്ടെത്തുന്നുണ്ട് എന്നു പറഞ്ഞ് ചന്ദ്ര പോവുകയാണ്. അടുത്ത ദിവസം രാവിലെ തന്നെ ശ്രുതി കുളിച്ചൊരുങ്ങി ബാഗൊക്കെ എടുത്ത് പോകാൻ ഇറങ്ങുകയാണ്. ശ്രുതി നിക്ക്, നിനക്ക് മാച്ചായ ഷർട്ട് ഞാൻ എടുത്തു തരാം എന്ന് ശ്രുതി പറയുമ്പോ, ടൈമില്ല ശ്രുതി, 10 മണിക്കാണ് ഇന്റർവ്യൂ. എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് നടക്കുവാണ് ശ്രുതി. 1 മിനിറ്റ് നിൽക്കാനല്ലേ പറഞ്ഞ്, ഇതിട്ടാ മതി എന്ന് പറഞ്ഞ് ശ്രുതി മറ്റൊരു ഷർട്ട് അവന് കൊടുക്കുവാണ്. സോറി ശ്രുതി, ഞാൻ പോകുമ്പോൾ തന്നെ മൂഡ് ഔട്ട് ആക്കിയില്ലേ? ഇന്റർവ്യൂവിന് എല്ലാം കറക്റ്റായിട്ട് ആൻസർ ചെയ്തേക്കണം. പിന്നെ നീ വലിയ ആളാണെന്ന് അവരുടെ മുന്നിൽ കാണിക്കരുത്. നീ ജോലി തേടി നടക്കുന്നവനാണ്. എന്തെങ്കിലും നീ കുഴപ്പമുണ്ടാക്കല്ലേ എന്നൊക്കെ ശ്രുതി അവന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നീട് ചന്ദ്രമതി പൂജാമുറിയിൽ നിന്ന് പ്രസാദം എടുത്തുകൊണ്ട് വന്ന് ശ്രുതിക്ക് തൊട്ടു കൊടുക്കുകയാണ്. നല്ല കമ്പനിയിൽ തന്നെയല്ലേ മോൻ ജോലിക്ക് പോകുന്നേ? അല്ലാതെ ലോക്കൽ കമ്പനിയിലൊന്നും നീ പോവേണ്ട കാര്യമില്ല. ഉറപ്പായും നിനക്ക് നല്ല ജോലി തന്നെ കിട്ടും എന്ന് ചന്ദ്ര പറയുന്നത് കേട്ട് സച്ചി അങ്ങോട്ടേക്ക് വരുവാണ്. എന്താടാ, കാലത്തു തന്നെ പാർക്കിലേക്ക് പോവാണോ എന്ന് സച്ചി ചോദിക്കുമ്പോ, അവൻ ഇപ്പോൾ ഒരു ഇന്റർവ്യൂവിന് പോവുകയാണ്. പോകുമ്പോൾ തന്നെ അവന്റെ മൂഡ് സ്പോയിൽ ചെയ്യരുത് എന്ന് പറഞ്ഞ് ശ്രുതി ദേഷ്യപ്പെടുന്നുണ്ട്. ഞാൻ സ്പോയിൽ ചെയ്യാനും വന്നില്ല, ഓയിൽ ചെയ്യാനും വന്നിട്ടില്ല. അവന് നല്ലത് പറഞ്ഞു കൊടുക്കാൻ വന്നതാ ഞാൻ. ഒരു പഠിപ്പ് പഠിച്ചവനല്ലേ? ജോലി കിട്ടിയിട്ടില്ലെങ്കിലേ നീ നേരെ വന്നേക്ക് നമ്മുടെ ഷെഡിലേക്ക്. അവിടെ ഒരു കാറ് ചുമ്മാ കിടക്കുവാണ് എന്ന് സച്ചി പറയുന്നുണ്ട്. അതിന് ഞാനെന്ത് വേണം എന്ന് ശ്രുതി ചോദിക്കുമ്പോ, ഡ്രൈവിംഗ് ചെയ്യണണ്ട, ആ കാർ എടുത്ത് ഓടിക്കണം എന്ന് സച്ചി പറഞ്ഞു കൊടുക്കുവാണ്. ഇവൻ എന്തിനാടാ കാർ എടുത്ത് ഓടിക്കുന്നേ എന്ന് ചന്ദ്ര ചോദിക്കുമ്പോ,
എന്ത് തേരാണോ പിന്നെ ഓടിക്കാൻ പറയേണ്ടത്? ഇവിടെ നോക്കടാ സുധി, നൈറ്റ് വരെ സിൻസിയറായി കാർ എടുത്ത് ഓടിച്ചാലേ മാസം ഒരു 30,000 വരെ സമ്പാദിക്കാൻ പറ്റും. അതിൽ കൂടുതൽ സമ്പാദിക്കുന്നത് നിന്റെ കഴിവ് പോലെ ഇരിക്കും എന്നൊക്കെ സച്ചി ഉപദേശിക്കുന്നുണ്ട്. ആന്റി, ഇവന്റെ അടുത്ത് ഇങ്ങനെയൊന്നും സംസാരിക്കല്ലേന്ന് പറയ്. ഇവൻ എന്താ വിചാരിച്ചിരിക്കുന്നേ? ശ്രുതി പോയി കാർ എടുത്ത് ഓടിക്കണമെന്നോ എന്ന് ചോദിച്ച് ശ്രുതി ദേഷ്യപ്പെടുവാണ്. എന്താ കാർ ഓടിച്ചാൽ എന്താ എന്നൊക്കെ സച്ചി ചോദിക്കുന്നുണ്ട്. കാർ ഓടിച്ചാൽ എന്താണെന്നോ നിനക്കറിയാമോ ശ്രുതിയുടെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന്? അങ്ങനെ ശ്രുതി പറയുമ്പോ എന്ത് കോലികളിയോ? ആ ജോലിക്കാണോ ഇവൻ പോകുന്നേ? അതും നല്ല ജോലി തന്നെയാണ് എന്ന് സച്ചി പറയുന്നുണ്ട്. ഇത്ര മനസ്സിലാക്കാനുള്ള പഠിപ്പേ നിനക്കുള്ളൂ. നീ പഠിക്കാത്തോണ്ട് നീ കാർ ഓടിക്കുന്നു. ശ്രുതി അങ്ങനെയാണോ? വലിയ ഡിഗ്രി എടുത്തവനവൻ, അവനെന്തിന് കാർ ഓടിക്കണം എന്ന് ചോദിക്കുവാണ് ശ്രുതി. അത് കേട്ട് രേവതി ദേഷ്യത്തിൽ വരികയാണ്. എന്താ ശ്രുതി, കാർ ഓടിക്കുന്നത് അത്ര വലിയ കുറച്ചിലായിട്ട് നിനക്ക് തോന്നുന്നുണ്ടോ എന്നൊക്കെ രേവതി ചോദിക്കുവാണ്. നീ എന്തിനാടി ഇപ്പൊ ഇടയിലേക്ക് വന്നേ? അങ്ങനെ ചന്ദ്ര ചോദിക്കുമ്പോ ഇദ്ദേഹത്തെ പറ്റി പറയുമ്പോ അത് കേട്ടിട്ട് ചുമ്മാ ഇരിക്കാൻ പറ്റുമോ അമ്മേ? എന്താ ഇദ്ദേഹം പഠിച്ചില്ലെങ്കിൽ എന്താ? പഠിച്ചവനേക്കാൾ സമ്പാദിക്കുന്നില്ലേ? പഠിച്ച നിന്റെ ഭർത്താവുണ്ടല്ലോ, എന്ത് ജോലിയാ ചെയ്യുന്നേ? പുറത്തു പോയി പാർക്കിൽ കിടന്നുറങ്ങുന്നതല്ലേ? കല്യാണ വീട്ടില് ഒരു കുടുംബത്തെ കരയാൻ വിട്ടിട്ട് പോയവനാ ഇയാള്. അതാണോടി ഇയാള് പഠിച്ച പഠിപ്പ്? എന്റെ ഭർത്താവ് ജോലിയില്ലാത്ത സമയത്ത് പോലും ഇയാളെ പോലെ ചുമ്മാ ഇരുന്ന് തിന്നിട്ടില്ല. എന്തെങ്കിലും ജോലി ചെയ്യണമെന്ന് തോന്നി അത് വിചാരിച്ച് കാറ് തുടക്കുന്ന ജോലിക്ക് പോയ ആളാ എന്റെ ഭർത്താവ്. അല്ലാതെ ഇയാളെ പോലെ പാർക്കിലൊന്നും കിടന്നുറങ്ങി വന്നിട്ടില്ല. അങ്ങനെ രേവതി അവൾക്ക് മറുപടി കൊടുക്കുവാണ്. എന്താണ് നീ പറയുന്നേ എന്ന് ചന്ദ്ര ചോദിക്കുമ്പോ എന്താ അതൊന്നും നടന്നിട്ടില്ലെന്ന് അമ്മ പറയാൻ വരുവാണോ? എന്നാലേ ഇയാള് പാർക്കിൽ കിടന്നുറങ്ങിയത് സച്ചേട്ടൻ പറയാതെ വന്നതെങ്കിൽ ഇന്നും ഇയാള് ടിപ് ടോപ്പായി ഇവിടെ നിന്ന് പോയി പാർക്കിൽ ഇരിക്കുമായിരുന്നില്ലേ? അതിനു ഞാൻ തന്നെ ഡെയിലി ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണ്ടേ എന്ന് പറഞ്ഞ് രേവതി ദേഷ്യപ്പെടുവാണ്. കഴിഞ്ഞ കഥ നീ എന്തിനാടി ഇപ്പൊ ഇവിടെ സംസാരിക്കുന്നേ എന്ന് ചന്ദ്ര ചോദിക്കുമ്പോ രേവതി, ഇപ്പോ ആരും തെറ്റ് ചെയ്യാത്തതായിട്ടില്ല. ശ്രുതി അറിയാതെ ഒരു തെറ്റ് ചെയ്തു, അതിന് ഇവനെ ഇൻസൾട്ട് ചെയ്യുന്നത് പോലെ കാർ ഓടിക്കാൻ പോവാൻ പറയുന്നോ എന്ന് ശ്രുതി ചോദിക്കുവാണ്. കാർ ഓടിക്കുന്നത് നിനക്ക് അത്രയും ഇൻസൾട്ടായി തോന്നിയോ? ആദ്യം നിനക്ക് കാർ ഓടിക്കാൻ അറിയാമോടി? ഈ സിറ്റിക്കുള്ളിൽ കാർ ഓടിച്ചു നോക്കടി, അപ്പോ അറിയാം ഇവനെ പോലെ ജോലി ഇല്ലാത്തവന്മാര് റോഡിൽ ചുറ്റി തിരിയുന്നത്. അവരെല്ലാരെയും ഫേസ് ചെയ്ത് ക്ലച്ചും ബ്രേക്കും ഒക്കെ ചവിട്ടിയിട്ട് വേണം. അപ്പോ നടുവേദനയും മുട്ടുവേദനയും ഒക്കെ ഉണ്ടാവും. വെയിലത്തും മഴയത്തും ട്രാഫിക്കിൽ കിടന്ന് സവാരി ചെയ്ത് അവരെ സുരക്ഷിതമായി വീട്ടിലെത്തിക്കുമ്പോൾ അതിന്റെ കഷ്ടപ്പാട് നിനക്ക് മനസ്സിലായിക്കോളും എന്ന് ചോദിക്കുവാണ് സച്ചി. ഇവിടെ നോക്ക് സച്ചി, നിങ്ങളുടെ പഠിപ്പിന് നിങ്ങൾ ഈ ജോലി ചെയ്യുന്നു, ശ്രുതിക്ക് വേറെ നല്ല ജോലി കിട്ടും എന്ന് ശ്രുതി അതിന് മറുപടി കൊടുക്കുവാണ്. അതല്ലേ ഇന്നലെ കണ്ടത്, അവന് വേറെ എന്ത് നല്ല ജോലി അറിയൂ എന്ന്? പാർക്കിലിരുന്ന് കടല കാലിയാക്കുന്ന ജോലിയല്ലേ? ഇവനൊക്കെ അതേ അറിയൂ. നീ വേണമെങ്കിൽ നോക്കിക്കോ, ഞാൻ ഉറപ്പിച്ചു പറയുന്നു. ഇവൻ വീണ്ടും ജോലിക്ക് പോകുന്നുണ്ടെന്ന് കള്ളം പറഞ്ഞ് ഒന്നുകിൽ പാർക്കിൽ പോയി ചുറ്റും, അല്ലെങ്കിൽ ബീച്ചിൽ പോയി കിടന്നുറങ്ങിയിട്ട് വരും എന്ന് സച്ചി മറുപടി കൊടുക്കുവാണ്. എടാ, ശ്രുതി പഠിച്ച പഠിപ്പിന് അവന് വീട്ടിൽ വന്ന് ആൾക്കാർ ജോലി കൊടുക്കും, അവൻ നല്ല പോസ്റ്റിങ്ങിൽ തന്നെ ഇരുന്നോളും എന്ന് ചന്ദ്ര പറയുന്നുണ്ട്. ഓ പിന്നെ, ഇത്രയും നാളെന്താ അവൻ ആരും ജോലി കൊടുക്കാൻ ഇങ്ങോട്ട് വന്നില്ലേ? എന്താ ആർക്കും അവന്റെ അഡ്രസ്സ് അറിഞ്ഞൂടെ? അതോ ഇപ്പോഴാണോ അവൻ ഡിഗ്രി വാങ്ങിയിട്ട് പുറത്തേക്ക് വരുന്നത് എന്ന് പറഞ്ഞു സച്ചി കളിയാക്കുന്നുണ്ട്. ആ സമയം അച്ഛൻ അങ്ങോട്ടേക്ക് വരുവാണ്. ഇവൻ സംസാരിക്കുന്നതൊന്നും നിങ്ങൾ കേട്ടില്ലേ എന്ന് ചന്ദ്ര ചോദിക്കുമ്പോ അച്ഛൻ ഇപ്പോ അല്ലേ വന്നത്, പിന്നെ എങ്ങനെ കേൾക്കാൻ പറ്റും? പോയി പറഞ്ഞു കൊടുക്ക് എന്ന് പറയുവാണ് സച്ചി. ഇവിടെ നോക്ക്, ശ്രുതി ജോലിക്ക് പോവുകയാണ്. അങ്ങനെ ചന്ദ്ര പറയുമ്പോ അതിനവന് ജോലി കിട്ടിയിട്ടില്ലല്ലോ എന്ന് പറയുന്നുണ്ട് അച്ഛൻ. അവൻ ജോലി തേടി പോവാൻ നിൽക്കുവാണ്. ആ നേരത്താണ് ഇവൻ വന്ന് ഓരോ പ്രശ്നം ഉണ്ടാക്കുന്നേ എന്ന് ചന്ദ്ര പറയുമ്പോ അതെ അങ്കിൾ, ഇവൻ ശ്രുതിയെ ഡ്രൈവർ ജോലിക്ക് വിളിച്ചുകൊണ്ടിരിക്കുവാണ് എന്ന് ശ്രുതിയും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. രേവതി വന്ന് അതിലിപ്പോ എന്താ അങ്കിൾ പ്രശ്നമുള്ളത്? പഠിച്ചവൻ കാർ ഡ്രൈവർ ആവാൻ പറ്റില്ലേ? സച്ചിയേട്ടന് പഠിപ്പില്ലെന്ന് കുത്തി പറയുന്നുണ്ട് അച്ഛാ എന്ന് രേവതി പറയുകയാണ്. ഞാനിവന് പഠിപ്പില്ലെന്നൊന്നും പറഞ്ഞിട്ടില്ല അങ്കിൾ. ശ്രുതി പഠിച്ച പഠിപ്പിന് ആ ജോലിയൊന്നും ചെയ്യാൻ പറ്റില്ലെന്നാ പറഞ്ഞത്. അങ്ങനെ ശ്രുതി പറയുകയാണ്. അച്ഛാ, ഈ കാലത്ത് പഠിച്ചവര് തന്നെയാണ് ഈ ജോലിക്കൊക്കെ കൂടുതൽ പോകുന്നത്. ഈ ഭക്ഷണമൊക്കെ ഡെലിവറി കൊടുക്കില്ലേ അച്ഛാ, അതിൽ 10 പേരും വലിയ ഡിഗ്രി എടുത്തവന്മാരാണ്. അവരൊക്കെ കുടുംബത്തിനോട് സ്നേഹവും ആത്മാർത്ഥതയും ഒക്കെ ഉള്ളവന്മാരാണ്. എന്തെങ്കിലും ജോലി ചെയ്ത് സമ്പാദിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. എന്നാ ഇവൻ അതില്ലച്ചാ എന്ന് പറയുന്നുണ്ട് സച്ചി. നോക്കങ്കിൾ,
ഇന്റർവ്യൂവിന് പോകുന്ന നേരത്ത് ഇങ്ങനെയൊക്കെ സംസാരിച്ച ശ്രുതിക്ക് കോൺഫിഡൻസ് നഷ്ടമാവില്ലേ? അപ്പോൾ എങ്ങനെ അവന് ജോലി കിട്ടും എന്ന് ശ്രുതി ചോദിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അവനിപ്പോ ആ ജോലി കിട്ടിയത് തന്നെ എന്ന് പറഞ്ഞ് സച്ചി കളിയാക്കുവാണ്. സച്ചി ചുമ്മാ ഇരിക്കടാ, അവൻ ഇന്റർവ്യൂവിന് പോവുകയല്ലേ, നല്ല വാക്ക് പറഞ്ഞയക്ക്. ശ്രുതി, രേവതി പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല മോളെ, ജോലി ചെയ്യുന്നു എന്നതിൽ പ്രധാനമൊന്നുമില്ല. പക്ഷേ ആരെയും ദ്രോഹിക്കാനോ മോഷ്ടിക്കാനോ ഒന്നും പാടില്ല. ബാക്കിയുള്ള എല്ലാ ജോലിയും നല്ലത് തന്നെയാണ്. എടാ ശ്രുതി, ഇത് മനസ്സിൽ വച്ചിട്ട് നല്ലൊരു ജോലി കണ്ടുപിടിക്ക് എന്നച്ഛൻ മറുപടി കൊടുക്കുവാണ്. സച്ചി, അങ്കിൾ ആന്റിയുടെ അടുത്ത് ചെന്ന് ബ്ലെസ്സിങ്സ് ഒക്കെ വാങ്ങിക്ക് എന്ന് പറയുകയാണ് ശ്രുതി. അതെ അതെ, വലിയ ബാഹുബലിയല്ലേ, പോരിന് പോവാൻ നിൽക്കുവല്ലേ എന്നൊക്കെ പറഞ്ഞ് സച്ചി കളിയാക്കുന്നുണ്ട്. എടാ മിണ്ടാതിരിക്കടാ എന്നച്ഛൻ പറയുമ്പോ നിങ്ങൾ വാ ഫുഡ് കഴിക്കാം എന്ന് പറഞ്ഞ രേവതി സച്ചിയെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. പിന്നീട് ശ്രുതി രണ്ടുപേരുടെയും കാല് തൊട്ട് ആശീർവാദമൊക്കെ വാങ്ങിക്കുകയാണ്. ഉറപ്പായും നിനക്കിന്നാ ജോലി കിട്ടുമോനെ, ധൈര്യമായിട്ട് പോയിട്ട് വാ എന്ന് ചന്ദ്ര പറയുമ്പോ നിന്റെ ബല എല്ലാരും അറിയുന്ന ഒരു ദിവസം വരും, ഓൾ ദി ബെസ്റ്റ് എന്നു പറഞ്ഞ് അവനെ പറഞ്ഞയക്കുകയാണ് ശ്രുതി. പിന്നീട് രേവതി അതിലൂടെ നടന്നു പോകുമ്പോ അവിടെ നിക്കടി എന്ന് പറഞ്ഞ് ചന്ദ്ര അവളുടെ നേർക്ക് വരുന്നുണ്ട്. നിന്റെ ഭർത്താവ് എവിടെ? അവൻ ഇവിടെ ഇല്ലേ? അത് കേട്ട് രേവതി ആകെ ഷോക്കായി നിൽക്കുവാണ്. എന്താടി നോക്കുന്നേ, ചോദിച്ചത് കേട്ടില്ലേ എന്ന് ചന്ദ്ര ചോദിക്കുമ്പോ അപ്പോ പോലും എന്റെ മകൻ എന്ന് ചോദിക്കാൻ അമ്മയ്ക്ക് തോന്നുന്നില്ലല്ലോ എന്ന് ചോദിക്കുവാണ് രേവതി. അവൻ എന്റെ മോനാണെന്ന് നീ എന്നെ ഓർമ്മപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല, എനിക്ക് മനസ്സിലാക്കാൻ. ഇപ്പൊ കഴിച്ചിട്ട് പോയി എന്ന് രേവതി പറയുമ്പോ അവൻ എന്താടി വിചാരിച്ചിരിക്കുന്നേ? ശ്രുതി ഇപ്പോഴാണ് ജോലി തേടി പോയത്, അവനെ നിർത്തിവച്ചിട്ട് അപമാനപ്പെടുത്തിയിരിക്കുന്നു. നീ അത് വായടച്ച് മിണ്ടാതെ കേട്ടോണ്ട് നിന്നില്ലേ എന്ന് പറഞ്ഞ് ചന്ദ്ര ദേഷ്യപ്പെടുകയാണ്. അദ്ദേഹത്തിന്റെ ഏട്ടന്റെ അടുത്ത് സംസാരിച്ചു, അതിൽ ഞാൻ എന്താ അമ്മ അഭിപ്രായം പറയണ്ടേ എന്ന് രേവതി ചോദിക്കുമ്പോ നീ എഴുതി കൊടുക്കുന്നതല്ലേടി അവൻ സംസാരിച്ചിട്ട് പോകുന്നേ എന്ന് ചോദിക്കുവാണ് ചന്ദ്രമതി. അദ്ദേഹം എന്താ സിനിമയിൽ അഭിനയിക്കുന്നുണ്ടോ? ഞാൻ എഴുതി കൊടുത്ത് അദ്ദേഹം സംസാരിച്ചിട്ട് പോവാൻ എന്ന് രേവതി ചോദിക്കുന്നത് കേട്ട് ശ്രുതി വരുന്നുണ്ട്. അപ്പോ അവൻ സച്ചിയോട് സംസാരിക്കുമ്പോ നീ എന്തിനാ ഇടയിൽ കയറി വന്നേ എന്ന് ശ്രുതി ചോദിക്കുവാണ്. ഞാനല്ല, നീയാണ് ആദ്യം ഇടയിൽ കയറി വന്ന് സംസാരിച്ചത്. അദ്ദേഹത്തെ പഠിക്കാത്തവൻ എന്ന് നീ കുത്തി സംസാരിച്ചില്ലേ എന്ന് പറഞ്ഞ രേവതിയും ദേഷ്യപ്പെടുകയാണ്. എടി, പഠിക്കാത്തവൻ എന്നല്ലേ പറയാൻ പറ്റൂ, അല്ലാതെ കളക്ടർ എന്ന് പറയാൻ പറ്റുമോ എന്ന് പറഞ്ഞ് ചന്ദ്ര കളിയാക്കുകയാണ്. എന്താ അമ്മേ, കളക്ടർ ജോലി മാത്രമാണോ വലിയ ജോലി? ഡ്രൈവർ ജോലിയും പ്രധാനപ്പെട്ട ജോലി തന്നെയാമ്മേ എന്ന് പറഞ്ഞ് രേവതി ചൂടാവുകയാണ്. അതെ അതെ, എന്നിട്ട് കോടികളല്ലേ അവൻ സമ്പാദിക്കുന്നേ എന്ന് കളിയാക്കുകയാണ് ചന്ദ്രമതി. കോടികൾ സമ്പാദിച്ചില്ലെങ്കിലും അദ്ദേഹം സമ്പാദിക്കുന്നുണ്ടല്ലോ എന്ന് രേവതി പറഞ്ഞപ്പോ കണ്ടില്ലേ ആന്റി, ശ്രുതി സമ്പാദിക്കുന്നില്ലല്ലോ എന്ന് രേവതി കുത്തി പറയുന്നതാ എന്ന് ശ്രുതി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിന് കള്ളൊന്നുമല്ലല്ലോ പറഞ്ഞത് എന്ന് രേവതി പറയുമ്പോ ഒരുപാട് സന്തോഷിക്കാതെ ശ്രുതിക്ക് ഉറപ്പായും ഇന്ന് ജോലി കിട്ടിയിരിക്കും എന്ന് പറഞ്ഞ് ശ്രുതി ചിരിക്കുവാണ്. കിട്ടിക്കോട്ടെ, അത് വേണ്ടാന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. എന്നാ ഒരു ജോലിയേക്കാൾ മറ്റൊരു ജോലി താണതാണെന്ന് സംസാരിച്ചില്ലേ, അത് തെറ്റാണ്, അങ്ങനെ സംസാരിക്കരുതെന്നാ ഞാൻ പറഞ്ഞത് എന്ന് രേവതി പറഞ്ഞു കൊടുക്കുവാണ്. അതെ അതെ, ഇവള് വലിയ മുതലാളിയായില്ലേ, അതാ പറഞ്ഞു കാണിക്കുന്നേ. എടി, കാലണ കയറാത്ത ഒരു കട വച്ചിട്ട് ഒരുപാട് ഓവറായി സംസാരിക്കണ്ട. എല്ലാ ജോലിയും ഒരുപോലെയൊന്നുമല്ല. നീ നാള് മൊത്തം നിന്നാലും 1000 രൂപ പോലും സമ്പാദിക്കാൻ പറ്റില്ല എന്നാ എന്റെ ശ്രുതിമോള് എന്റെ പേരിൽ വെച്ച പാർലറില് ലക്ഷക്കണക്കിനാ സമ്പാദിക്കുന്നത്. ഇനിയും അതുപോലെ നിറയെ കട വെക്കും എന്റെ മോള്. ആ പൂക്കട അതുപോലെ തന്നെ ഉണ്ടാവും എന്ന് പറഞ്ഞ് ചന്ദ്ര ദേഷ്യപ്പെടുന്നുണ്ട്. ഞാൻ അങ്ങനെ തന്നെ ഇരുന്നോളാം അമ്മേ. ഇഷ്ടമുള്ള ജോലി ചെയ്ത് 10 രൂപ സമ്പാദിച്ചാലും അതെനിക്ക് സന്തോഷം തരുന്ന കാര്യം തന്നെയാണ്. കള്ളം പറഞ്ഞ് ഞാൻ ആരെയും പറ്റിക്കുന്നില്ലല്ലോ എന്ന് രേവതി പറയുകയാണ്. ഇപ്പോ ആരാ പറ്റിച്ചെന്ന് പറയാൻ വരുന്നേ എന്ന് ശ്രുതി ചോദിക്കുന്നുണ്ട്. ഞാൻ പൊതുവായിട്ടാ പറഞ്ഞത് എന്ന് രേവതി പറയുമ്പോ അല്ല, നീ ശ്രുതിയെ തന്നെയാ പറഞ്ഞത് എന്ന് വാശി പിടിക്കുവാണ് ശ്രുതി. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ രേവതി മറുപടി കൊടുക്കുന്നുണ്ട്. എന്താടി കൂടെ കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നേ? സച്ചി വായി തോന്നിയതുപോലെയാ സംസാരിച്ചിട്ട് പോയത്. നീ അവനെ സംസാരിക്കാൻ വിട്ടിട്ട് മാറി നിന്ന് നോക്കി ചിരിച്ചില്ലടി. അടക്കി നിർത്താൻ പറ്റില്ലേ നിനക്ക് അവനെ എന്നൊക്കെ ചന്ദ്ര ചോദിക്കുന്നുണ്ട്. അമ്മേ, ഞാൻ ഈ വീട്ടിലേക്ക് വന്നിട്ട് കുറച്ച് നാളുകളല്ലേ ആയിട്ടുള്ളൂ. എനിക്ക് അദ്ദേഹത്തെ അടക്കി നിർത്താൻ പറ്റുമോ? ഇത്രയും വർഷമായില്ലേ, നിങ്ങൾക്ക് അദ്ദേഹത്തെ അടക്കി നിർത്താമല്ലോ. അങ്ങനെ രേവതി പറഞ്ഞത് കേട്ട് ചന്ദ്ര ഒരു നിമിഷം
ഭയന്ന് നിൽക്കുവാണ്. എന്താടി, എന്നെ നീ കളിയാക്കുകയാണോ എന്ന് ചന്ദ്ര ചോദിക്കുമ്പോ, നിങ്ങൾ പറഞ്ഞാ കേൾക്കാത്ത മകൻ ഞാൻ പറഞ്ഞാ എങ്ങനെയാ അമ്മേ കേൾക്കുന്നേ എന്ന് രേവതി ചോദിക്കുന്നുണ്ട്. നിനക്ക് ആവശ്യമുള്ളത് മാത്രം നീ ചോദിച്ചു വാങ്ങിക്കുമല്ലോ, അങ്ങനെയല്ലേ കടയിട്ടത് എന്ന് ചോദിക്കുവാണ് ചന്ദ്ര. ഞാൻ ചോദിക്കാതെ എന്റെ ഭർത്താവ് എനിക്ക് വേണ്ടി ചെയ്തു തന്നതാത്. എന്റെ മര്യാദ കാക്കാൻ വേണ്ടി ഞാൻ സ്വന്തം കാലിൽ നിൽക്കണം, അതിനുവേണ്ടി വച്ചു തന്ന കടയാത്. എന്നെ ആരുടെയും മുന്നിൽ തലകുനിയാൻ അദ്ദേഹം ഒരിക്കലും സമ്മതിക്കില്ല. സച്ചിയേട്ടൻ ശരിയായിട്ട് തന്നെയായിരിക്കുന്നെ. വേണമെങ്കിൽ അമ്മ സംസാരിച്ച് അദ്ദേഹത്തെ അടക്കി നിർത്താൻ ശ്രമിച്ചോ. ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, എനിക്ക് കടയിൽ ജോലിയുണ്ട്, ഞാൻ പോകുന്നു. അങ്ങനെ മറുപടി കൊടുത്ത് രേവതി കടയിലേക്ക് പോവുകയാണ്. നോക്കാൻറ്റി, സ്തുതി എല്ലാവരുടെ മുന്നിൽ എന്നെ തലകുനിയാൻ നിർത്തിയെന്നാ അവള് പറയാതെ പറഞ്ഞിട്ട് പോയത്. അങ്ങനെ ശ്രുതി ചന്ദ്രയോട് പരാതി പറയുന്നുണ്ട്. സച്ചി ഒരുപാട് സ്ഥാനം കൊടുക്കുന്നതിന്റെ അഹങ്കാരം അവക്ക്. ഇതൊക്കെ എത്ര നാളെന്ന് കാത്തിരിക്കുവാൻ ഞാൻ. അങ്ങനെ ചന്ദ്ര മറുപടി കൊടുക്കുവാണ്. അതേസമയം ശ്രുതി 4-5 കമ്പനിയിൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തെങ്കിലും ശ്രുതിയുടെ ബിഹേവിയർ അവർക്കൊന്നും ഇഷ്ടമാവാതെ അവനെ എല്ലാ കമ്പനിയും റിജക്ട് ചെയ്യുകയാണ്. അങ്ങനെ ജോലി കിട്ടാതെ വളരെ വിഷമിച്ച് ശ്രുതി തിരിച്ചെത്തുന്നുണ്ട്.